30ാമത് സീനിയർ ദേശീയ വനിതാ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്മാതാ ജിജാബായ് ട്രോഫി 2025-2026 സീസണിലെ ഗ്രൂപ്പ് ജിയിൽ ആൻഡമാൻ നിക്കോബാർ നേരിടുന്നു തമിഴ്നാട് ഫുട്ബോൾ ടീമിനെ. മെച്ചപ്പെട്ട രീതിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് ആൻഡമാൻ നിക്കോബാർ ഫുട്ബോൾ ടീമിൻ്റെ. ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാർ ഫുട്ബോൾ ടീമിനെതിരെ വീണ്ടും ഷാരോണിലേക്ക്. ഷാരോണിൻ്റെ പെനട്രേഷൻ പാസ്സാണ്. പെനാൽറ്റി വിധിക്കപ്പെടുകയാണ്. അവിടെ നന്ദിനിയെ ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് പെനാൽറ്റി വിധിക്കപ്പെടുന്നതും. സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ദുർഗ ഈസിയായി തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഗോൾ കണ്ടെത്തുകയാണ്. വീണ്ടും നന്ദിനിയുടെ പെനട്രേഷൻ പാസ്സാണ് ദർശിനി ദേവിയെ തേടി വരുന്നത്. ദർശിനി നല്ലൊരു ക്രോസ് കൊടുക്കാം. നല്ല ഒന്നാം തരം ഗോൾ നേടാൻ തമിഴ്നാട് ഫുട്ബോൾ ടീമിന് കഴിയുന്നു. ഷാരോൺ അടിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിലും ഗോൾ കണ്ടെത്തിയ താരമാണ്. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് ഗോൾ കണ്ടെത്തുന്നത് ഷാരോൺ. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യാൻ ഷാരോണിന് കഴിയുന്നുണ്ട്. ജേഴ്സി നമ്പർ 19 ഇരിക്കുന്നത്. നല്ല ഒരൊറ്റയ്ക്കുള്ളൊരു മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും നന്ദിനിയുടെ മുന്നേറ്റമാണ്. നന്ദിനി സ്കൂൾ ഫിനിഷിംഗ് ആണ്. ഈ ടൂർണമെൻറ്റിൽ തന്നെ നന്ദിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളായിരിക്കുന്നു തമിഴ്നാട് ഫുട്ബോൾ ടീമിന്. നല്ല രീതിയിൽ പാസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. അത് ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യാൻ, അതായത് പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് ഫിനിഷ് ചെയ്യാൻ. ഷാരോണിൽ നിന്ന് നന്ദിനിയിലേക്ക് നല്ലൊരു ഫിനിഷിംഗ് അവിടെ നടത്താവുന്നതാണ്. ഗോൾ കീപ്പറുടെ സേവും അതോടൊപ്പം മറ്റൊരു ഗോൾ കൂടെ നമുക്കവിടെ കാണേണ്ടി വരുന്നു. 40 ഗോൾ നേടുന്നത്. ആദ്യം ഒരു ഷോട്ട് എടുത്തെങ്കിലും ഗോൾ കീപ്പർ സേവ് ചെയ്തെങ്കിലും റീബൗണ്ടായി വന്ന ബോൾ ഒന്നാം പകുതിയുടെ വിസിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 4 ഗോളിന് തമിഴ്നാട് ഫുട്ബോൾ ടീമിന് ലീഡ് കണ്ടെത്താൻ നേരെ പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഒരു ക്രോസ് നൽകുകയാണ്. ഗോൾ കീപ്പറുടെ സേവ് അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗോൾ കൂടെ ഷാരോണിൻ്റെ പേരിൽ കുറിക്കപ്പെടുകയാണ്. സോ ഈ മത്സരത്തിൽ ഇരട്ട ഗോൾ കണ്ടെത്താൻ ഷാരോണിന് കഴിഞ്ഞിട്ടുണ്ട്. മധുവിൻ്റെ ക്രോസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 54ാമത്തെ മിനിറ്റിൽ അടിക്കുന്നു 5ാമത്തെ ഗോൾ. എൻ്റെ നന്ദിനിയിലേക്ക്. എത്ര താരങ്ങളാണ് നന്ദിനിക്ക് മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു പെനട്രേഷൻ പാസ് കൂടി വരികയാണ്. മറ്റൊരു ഗോൾ കൂടെ കണ്ടെത്താൻ സാധിക്കുന്നു തമിഴ്നാട് ഫുട്ബോൾ ടീമിന്. മോനിഷയാണ് ഗോൾ കണ്ടെത്തുന്നത്. ഇതില്ലാത്ത 6 ഗോളുകൾക്ക് ലീഡ് തുടരാൻ തമിഴ്നാട് ഫുട്ബോൾ ടീമിന് കഴിയുന്നു. മധുമതിയിൽ നിന്നും വിനോദിനി സ്കോർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിലൂടെയാണ്. ഞാൻ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. 7ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. 86ാമത്തെ മിനിറ്റിലാണ് ഗോൾ കൊണ്ടുവന്നത് വിനോദിനി. പകരക്കാരിയായി ഇറങ്ങിയാണ്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തമിഴ്നാട് ഫുട്ബോൾ ടീം ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ആൻഡ് ഫുൾ ടൈം സ്കോർ തമിഴ്നാട് ഫുട്ബോൾ ടീം 7, ആൻഡമാൻ നിക്കോബാർ ഫുട്ബോൾ ടീം 0.